ചോറിൻ്റെ പടിഞ്ഞാറ്റേൽ വാ. മച്ചപ്പി വാന്ന് പറഞ്ഞാലേ കൈ കഴുകണമെന്നും അങ്ങനെ ഒരു ആചാരമുണ്ട്. നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കഴിയാ നീ കഴിവേ. എവിടെ കഴി? ജയ്, അവിടെ മെഡിക്കൽ കോളേജിൽ എല്ലാ രോഗികൾക്കും കൊടുത്ത ആവശ്യക്കാരെല്ലാം പോയിട്ട് ബാക്കിയുള്ളവരെല്ലാം എടുത്തുകൊണ്ട് വന്നത്. ഓ, ഇത് ഭയങ്കര തള്ളലായിരുന്നു. അതുണ്ടാവും. മറ്റേ പാർട്ടിക്കാർ വന്നില്ല, അവന്മാർ വന്നില്ലേ? നമ്മൾ കൊടുത്തു തീർന്നതിന് ശേഷം അവർ വന്നേ. അവിടെ ചോറിന് ആരും മേടിക്കുന്നില്ല. അവിടെ എല്ലാവരും നമ്മുടെ ചോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന്മാരെ ഇല്ലെങ്കിലും കറിയും കാണൂല, ഒന്നും കാണൂല. അതെ അതെ, സത്യം പറയാലോ, ഈ ഇല വാട്ടിയിട്ട് ഇതിനകത്ത് ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മണം, ആ മണം മതി വയറ് നിറയെ. ഇവിടെ കടച്ച ശരി, അതുകൂടെ നമുക്ക് കഴിക്കാമല്ലോ അല്ലേ? കുറച്ച് കഴിഞ്ഞ് മീനുണ്ടോ? വറുത്ത മീനുണ്ട്. ആ, നൂത്ത് നോക്കും. ചോറ് കഴിക്കും. നല്ല സമയം. ബാ. ഇതെന്താ ഇവിടെ? ഞാൻ നിങ്ങളെ ചോറിനാ വിളിക്കാൻ വന്നതാ. നെല്ലിമോളെ, ഇത് ഞങ്ങളെ DDT പാർട്ടി ആശുപത്രിയുടെ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് കുറേ കൊടുത്തു, ബാക്കിയും വന്നു. ഞങ്ങളത് കൊണ്ടുവന്നു. പറയാതിരിക്കാൻ വയ്യ. എന്താ മണം! ഈ വാട്ടിയ ഇലയിൽ ഈ സാധനത്തിൻ്റെ മണം മതി ഇത് കഴിക്കാൻ. ഇത് കുറച്ച് കൂടിപ്പോയി. ലില്ലിമോളെ, ഈ കറി അങ്ങോട്ട് ഇത്രയും ചോറിലോട്ട് ഒഴിച്ചാൽ ഈ ചോറ് ഒറ്റ അരിപ്പിന് നമുക്ക് കൂടുതലൊന്നും അല്ല. അതല്ലെന്ന് എന്നോട് കാണിച്ചത്. എന്നോട് ഇത്ര ദേഷ്യം പരിയോഗം കാണിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തത്? വാശിയുടെ കാര്യത്തിൽ റീറ്റ പച്ചമ്മയെ തോപ്പിക്കാൻ വാശിക്ക് പോലും പറ്റത്തില്ല മോളെ. ആഹാ, എന്താ സ്വാദും! എടേ ലില്ലിമോളെ, നിന്റെ ഭർത്താവ് പോലീസുകാരെന്താ കഴിച്ചു എന്നെ അങ്ങ് തോപ്പിക്കാം, ഞാനങ്ങ് തോറ്റു പോകുന്ന. ഇതേ എനിക്ക് അന്നം കൂട്ടാൻ എൻ്റെ പ്രസ്ഥാനമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീടില്ലാതെ ഞാൻ പുറത്തായി പോട്ടെ, എൻ്റെ പാർട്ടി ഓഫീസുണ്ട് എനിക്ക് അന്തി ഉറങ്ങാൻ. അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്തിട്ട നേതാവാണ് ഞാൻ. പിന്നെ എവനെയൊന്നും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടി അരിയിട്ടായിരുന്നു. അതും കൂടെ ഉരുട്ടി നിന്റെ കെട്ടിയവൻ്റെ എണ്ണാക്കിലോട്ട് വെച്ചോട്. ഈ സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും. കഴിക്കട്ടോ നീ. ശകലം കഴിച്ചു നോക്കിയടി. എനിക്കൊന്നും വേണ്ട. ഇത് മനസ്സ് നിറഞ്ഞു, നല്ല നിറവുള്ള മനസ്സോടെ ആരോ ഉണ്ടാക്കി പൊതിഞ്ഞു. അതിൻ്റെ കൈപ്പുണ്യമല്ലാതെ ഇതിൽ കാണാണ്ട്. ഈ ഒരു അവിയലും ഈ ഒരു പച്ചടിയും ഈ അച്ചാർ, ഈ ഒരൊറ്റ കറി മതി ഇത്രയും ചോറ്. അല്ല, ഈ മീൻ വറുത്തു. നീ ഒരു മീനെടുത്ത് കഴിച്ചോ കടി. വേണ്ട, എനിക്ക് വേണ്ട. നല്ല മനസ്സുള്ള ആരോ ഉണ്ടാക്കി തന്നല്ലേ കഴിക്കാൻ കൂടെ. അതെ, ഈ മനസ്സിൻ്റെ ഇതുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ ആശുപത്രിയിൽ രോഗികൾ കൊടുക്കണത്. ഈ രുചിയും ഈ നിറഞ്ഞ മനസ്സും, ഈ മനസ്സാണ് ഞങ്ങൾക്ക് വോട്ടായിട്ട് DDT പാർട്ടിക്ക് വരണത് ഇലക്ഷന്. നീ നോക്കിയോ? അന്നം പുണ്യം ഞങ്ങളുടെ പൊതിച്ചോറ് പദ്ധതിയുടെ പേര്. കൊള്ളാല്ലേ? നിനക്കൊരു ഉരുള ഉരുട്ടി തരട്ടെ? വേണ്ട വേണ്ട വേണ്ട. ഓ, നിന്റെ ഭർത്താവ് ഉരുട്ടി തന്നാലേ നീ കഴിക്കും. മൊത്തം കഴിക്ക്. നല്ല മനസ്സുള്ള ആരും ഉണ്ടാക്കിയതല്ലേ. ക്ലീറ്റോ ചേട്ടാ, ഇനി ആരും സത്യം പറയട്ടെ? ചോറ് വേണമായിരിക്കും. വേണ്ട. ക്ലീറ്റോ ചേട്ടൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണ ഈ ചോറേ നല്ല മനസ്സിനുടമയായ എൻ്റെ ഏട്ടനെ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് നല്ല കൈപ്പുണ്യമുള്ള ഞാൻ ഉണ്ടാക്കിയതാ. അയ്യോ, വെള്ളം കുടി, കുടി. ലോണാടാ, അന്നം പുണ്യം പദ്ധതി നീ എടുത്തോണ്ടെന്ന് പൊതിച്ചോറ്. അന്നം ഏതായാലും കഴിച്ചാൽ അതൊരു പുണ്യമല്ലേ പച്ചമ്പി, പ്രത്യേകിച്ച് നമ്മുടെ ലില്ലിപ്പറ്റ് തന്നെ.